ചവറയിലെ UDF സ്ഥാനാർത്ഥി ഷിബു ബേബി ജോൺ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം എത്തിയിരിക്കുകയാണ്. MP ഒപ്പമുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെയും ഈ സാന്നിധ്യം അത് ചില വശങ്ങളിൽ നിന്ന് ഉയരുന്ന ആരോപണങ്ങൾക്ക് ഒരു മറുപടി കൂടിയാവും. അല്ല, ആരോപണം ഉന്നയിക്കുന്നവർ ഉന്നയിച്ചോട്ടെ, അതിനൊന്നും മറുപടി ഞങ്ങൾ അർഹിക്കുന്നില്ല. പാർട്ടി ഇക്കാര്യത്തിൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം ഒറ്റക്കെട്ടായി നീങ്ങുകയാണ്. അതിന് കൗതുകകരമായി ഞാനൊന്നും കാണുന്നില്ല ഇതിനകത്ത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു, എല്ലാ തരത്തിലും പോരാട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. എന്താണ് ഇപ്പോഴത്തെ പ്രതീക്ഷ? അല്ല, കേരളത്തിൽ ഉടനീളം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഓരോ ദിവസം കഴിയും തോറും അത് വർദ്ധിച്ചു വരികയാണ്. അതിൻ്റെ പ്രതിഫലനം പോളിംഗിലുണ്ടാകും. അതേ വികാരം ചവറയിലും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഉയർന്ന വിവാദങ്ങൾ അത് UDF-നൊരു വെല്ലുവിളി തീർക്കുമോ? എന്തേലും മാധ്യമങ്ങൾ സൃഷ്ടിച്ച ഒരു ആശയക്കുഴപ്പം തന്നെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനവും സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിച്ച് അതിനുശേഷം സുധാരേട്ടൻ്റെ പത്രസമ്മേളനവും കൂടെ പത്രക്കാരോടുള്ള പ്രതികരണവും കൂടെ വന്നപ്പം 10 മടങ്ങ് UDF-ൻ്റെ യശസ് വർദ്ധിച്ചിട്ടേ ഉള്ളൂ. വിജയപ്രതീക്ഷ എങ്ങനെയാണ്? പയ്യന്നൂരിൽ ഒരു വിസ്മയം സംഭവിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന സവ് കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെ 5 സീറ്റിലും RSP UDF-ൻ്റെ ഭാഗമായി ജയിക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ പൊതുവെ നിലനിൽക്കുന്നത്. പയ്യന്നൂരിൽ ഉൾപ്പെടെ വിസ്മയം സംഭവിക്കുമെന്നുള്ളതാണ് NK പ്രേമചന്ദ്രൻ MPയും ഷിബു ബേബി ജോണും പറയുന്നത്. വർദ്ധിത വീര്യത്തോടെ ആവേശത്തോടെ പ്രചാരണത്തിലേക്ക് വീണ്ടും അവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം ഇറങ്ങുകയാണ്. ക്യാമറമാൻ രാജ് കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം.